കഴിഞ്ഞ ദിവസം പുനലൂർ മൂവാറ്റുപുഴ പ്രധാന പാതയിലൂടെ ഒരു പ്രകടനം കടന്നുപോയി. പ്രകടനം നയിച്ചത് രാഷ്ട്രീയ പാർട്ടികളോ സാമുദായിക സംഘടനകളോ എന്നതല്ല ചർച്ചാ വിഷയം. ഗതാഗതം തടഞ്ഞ് യാത്രക്കാരെ മണിക്കൂറുകളോളം പെരുവഴിയിലാക്കുന്ന സംഘടനകളുടെ കാഴ്ചപ്പാടാണ് ചർച്ചാ വിഷയം. രാഷ്ട്രീയ സാമൂഹ്യ സാമുദായിക സംഘടനകൾ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി പ്രതിഷേധിക്കുന്നതിലോ സമരം ചെയ്യുന്നതിലോ പ്രകടനം നടത്തുന്നതിലോ ജനങ്ങൾക്ക് എതിർപ്പോ വിരോധമോ ഇല്ല. എന്നാൽ ജനത്തെ ദുരിതത്തിലാക്കിക്കൊണ്ടുള്ള പ്രതിഷേധ രീതികൾ ആരു നടത്തിയാലും യോജിക്കാനുമാവില്ല. പൊതുജനത്തെ പൊതുനിരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന പ്രതിഷേധ രീതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യത്തിൽ കോടതിയും വിട്ടുവീഴ്ചയ്ക്കില്ല. പ്രകടനം നയിക്കുന്ന സംഘടനകളും അതിന്റെ നേതാക്കളും ജനപക്ഷത്തുനിന്ന് ചിന്തിക്കണമെന്നാണ് ജനം പറയുന്നത്. ജനങ്ങളെ പ്രയാസപ്പെടുത്താതെ മാത്രമേ തങ്ങൾ പ്രതിഷേധിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ഇത്തരക്കാർക്ക് ജനപിന്തുണ വർദ്ധിക്കുകയുള്ളൂ. കോടതി തന്നെ നിരോധിച്ചിട്ടുള്ളതാണ്. ഇത്തരം അനീതിക്കെതിരെ നമ്മൾ പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഏത് പാർട്ടി ആവശ്യമാണ് നമുക്ക്. പക്ഷേ ഇതുപോലെ മനുഷ്യരെ ബുദ്ധിമുട്ടിച്ചുള്ള ഒരു പരിപാടി ഒരിക്കലും ശരിയല്ല. ഞാൻ രാവിലെ തന്നെ വാഴ വിത്തെടുക്കാൻ പോയതാണ്. എൻ്റെ കൂടെ 2-3 കൃഷിക്കാരുണ്ട്. അവരുടെ കൂലി ഇന്ന് ആര് കൊടുക്കും? ഇല്ലേ? നമ്മൾ ഒരിക്കലും വഴി തടസ്സപ്പെടുത്തിയുള്ള ഒരു പരിപാടിയോട് നമ്മൾ ഒരിക്കലും യോജിക്കുന്നില്ല. മോശമാണ്. ഒരിക്കലും ജനത്തെ ദ്രോഹിച്ചുകൊണ്ട് ഒരു സമരം നടത്താൻ പാടില്ല. സമരം ചെയ്യാൻ പാടില്ല. അത് വളരെ പരാജയമാണ്. ജനത്തെ ദ്രോഹിക്കുന്നതാണ്. ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നടുറോഡിൽ അകപ്പെട്ടു പോയ വാഹനയാത്രക്കാരുടെ ദുരിതവും മുടങ്ങിപ്പോകുന്ന ആവശ്യങ്ങളുമെല്ലാം മാർഗതടസ്സം സൃഷ്ടിക്കുന്ന പ്രതിഷേധക്കാർ തിരിച്ചറിയണം. 300ഓളം പേർ പ്രകടനം നയിച്ചപ്പോൾ 9 കിലോമീറ്ററോളം ദൂരത്തിൽ വാഹനങ്ങൾ നിശ്ചലമായി. പ്രകടനക്കാർക്ക് പ്രധാന പാതയുടെ അരികിലേക്ക് മാറി വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന വിധത്തിൽ പ്രകടനം നയിക്കാമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒരു വിഭാഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം മറ്റൊരു വിഭാഗത്തിന്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന തരത്തിലാകരുതെന്നും അഭിപ്രായമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.